എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അള്ളാ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന യുവാക്കളോട്, നിങ്ങൾക്ക് ഒഴിവ് സമയം എന്നൊന്നില്ല. നിങ്ങൾ ഈ ഉമ്മത്തിനെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഈ ഉമ്മത്തിലെ ഏതൊരാളും, പ്രത്യേകിച്ച് യുവാക്കൾ, സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. മനുഷ്യർക്ക് നല്ലത് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ഒഴിവു സമയങ്ങളില്ല. 8 മണിക്കൂർ വീഡിയോ ഗെയിംസ് കളിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോയോ മോഡേൺ വാർഫെയറോ ഒന്നും കളിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. പുതിയതായി വരുന്ന സിനിമകൾ കാണാനൊന്നും നിങ്ങൾക്ക് സമയമില്ല. സൂപ്പർമാൻ കാണാനൊന്നും നിങ്ങൾക്ക് സമയമില്ല. ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾ ഈ ഉമ്മത്തിൻ്റെ യൗവനത്തിലാണെങ്കിൽ എപ്പോഴും ഒരു ഉയർന്ന നിലവാരത്തിൽ നിൽക്കുക. മുതിർന്നവരോ ഷെയ്ഖുമാരോ മറ്റാരെങ്കിലും പറയുന്നത് കൊണ്ടല്ല. നിങ്ങളുടെ സ്വന്തം ബോധം നിങ്ങളോട് പറയും. നിങ്ങൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളോട് പറയും. സജീവമായ ആളുകളായിരിക്കണമെന്ന് അത് നിങ്ങളോട് പറയും. സമൂഹത്തിൽ നിങ്ങൾക്ക് ചുറ്റും തിന്മകൾ കാണും. യുവാക്കൾ അള്ളാഹുവിന്റെ പാതയിൽ നിന്ന് മാറുന്നത് നിങ്ങൾ കാണും. ആരവരെ ക്ഷണിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞാനോ? ഒരിക്കലുമല്ല. അറിയുക, പള്ളിയിലേക്ക് വരാത്ത കുട്ടികളുണ്ട്. ഏതെങ്കിലും ഹൽക്കകളിൽ പങ്കെടുക്കാത്ത കുട്ടികളുണ്ട്. എനിക്ക് അവരുടെ അടുത്തെത്താൻ കഴിയില്ല. നിങ്ങൾ അവരുടെ അടുത്തെത്തണം. അവർ നിന്റെ കൂട്ടുകാരാണ്. അവർ നിന്റെ കൂടെയാണ് കറങ്ങി നടക്കുക, എന്റെ കൂടെയല്ല. അതുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്തെത്തണം. നിങ്ങൾ അവർക്കൊരു പ്രചോദനമായി തീർക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് ഉത്കണ്ഠയുള്ള ഒരു വ്യക്തിയായി മാറുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് പരാതി മാത്രം പറയരുത്. എന്റെ സുഹൃത്തുക്കൾ അവർ ആകെ ചെയ്യുന്നത് സിനിമ കാണുക മാത്രമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ ഉപദേശിച്ചിട്ടുണ്ടോ? പകരം മറ്റെന്തെങ്കിലും ചെയ്യാൻ അവരോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അവർക്കൊരു നല്ല പ്രചോദനമായിരുന്നോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അല്ലാഹു നമ്മുടെ യുവാക്കളെ ഈ ഉമ്മത്തിനെ നേതാക്കളാക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹുവിന്റെ പാതയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് മാതൃകയാക്കാവുന്ന തലത്തിലേക്ക് അവരെ വളർത്തണേ. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വീണ്ടും എത്തിക്കാൻ അള്ളാഹു നിങ്ങളെല്ലാവരെയും ഇസ്ലാമിന്റെ ഉത്തമ ഉദാഹരണങ്ങളാക്കി മാറ്റുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തേക്ക് വരുന്ന മുസ്ലിങ്ങൾ നിങ്ങളുടെ കണ്ടുകൊണ്ട് പറയും, എനിക്കൊരു മുസ്ലിം ആവണമെന്ന്, എനിക്ക് ആ മനുഷ്യനെ പോലെ ആവണമെന്ന്. നിങ്ങളുടെ സത്യസന്ധത, നിങ്ങൾ സ്വയം വഹിക്കുന്ന രീതി, മറ്റുള്ളവരോട് നിങ്ങൾ കാണിക്കുന്ന ബഹുമാനം എന്നിവയിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അവർ അതേപോലെ കാണുന്നു, എന്നിട്ട് പറയുന്നു എനിക്കൊരു മുസ്ലിം ആവണമെന്ന്. ഈ മുസ്ലിങ്ങൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ടെന്ന്. ഇങ്ങനെയാണ് നിങ്ങൾ ആയിത്തീരേണ്ടത്. ഏതെങ്കിലും ഒരു വീഡിയോയോ വെബ്സൈറ്റുകളോ കുറിപ്പുകളോ നൽകിക്കൊണ്ട് അമുസ്ലിങ്ങൾക്ക് ദഅവ നൽകാമെന്ന് നിങ്ങൾ കരുതരുത്. യഥാർത്ഥത്തിലുള്ള ദഅവത്ത് എന്തെന്നാൽ അതൊരു മുസ്ലിമിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ്. ഒന്നും സംസാരിക്കാതെ പോലും നിങ്ങളാവണം ഇസ്ലാമിന്റെ ദഅവത്ത്. പ്രത്യേകിച്ച് ഇവിടെ പുറമെ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ, അമുസ്ലിങ്ങൾ കടന്നു വരുമ്പോൾ അവർ മുസ്ലിംസിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഇസ്ലാം മികച്ചതാണ്, പക്ഷെ മുസ്ലിം ശരിയല്ല എന്നൊരിക്കലും പറയില്ല. അവർ അങ്ങനെ ചിന്തിക്കാൻ പോകുന്നില്ല. ഇസ്ലാം ശരിയല്ല എന്നേ അവർ ചിന്തിക്കൂ. കാരണം നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം അവർ കാണുന്നത് ഇസ്ലാമായിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും എപ്പോൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഇസ്ലാമിന്റെ അംബാസഡർമാരാണ്. വിചാരണ നാളിൽ അള്ളാഹു നിങ്ങളോടും എന്നോടും ഇത് ചോദിക്കും. ആണോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുത്തത്? ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണമായിരുന്നോ നീ? അതോ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു കാരണമായിരുന്നോ നീ? സുബ്ഹാനല്ലാഹ്, ഈ ഉത്തരവാദിത്തം നമ്മുടെ ചുമലുകളിലാണ്. ഈ ഉത്തരവാദിത്തം വഹിക്കാനും ഈ സുന്ദരമായ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമുള്ള അംഗങ്ങളാകാനുമുള്ള കഴിവ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ.